വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള സൗകര്യങ്ങൾ ആവശ്യമാണെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ ന്യായീകരണം. ഒരു പൊതു നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇത് സംബന്ധമായ നിലപാട് സ്വീകരിക്കാൻ അധികാരമുണ്ട്. സാധാരണ നിലയിൽ ഇങ്ങനൊരു മാറ്റം വരുത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നയം നേരത്തെ തീരുമാനിച്ച നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടൂറിസം ഡെസ്റ്റിനേഷനിൽ നേരത്തെ ഇത് അനുവദിക്കുന്നുണ്ട്. ബാർ സംഘടനകൾ ആവശ്യപ്പെട്ടത് എൻ്റെ അടിസ്ഥാനത്തിലല്ല. ബാർ സംഘടനകൾ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ, അതെല്ലാ കാലത്തും ഉന്നയിച്ചിട്ടുണ്ട്. ആ ഉന്നയിച്ച ആവശ്യങ്ങൾ ചില സമയത്ത് ഉണ്ടായേക്കാം. അതേസമയം KCB ചില വാർത്താക്കുറിപ്പിൽ പറയുന്നത് വിനോദസഞ്ചാരികളുടെ മറവിൽ മദ്യലഭ്യത വ്യാപകമാക്കാൻ സർക്കാർ ശ്രമിക്കേണ്ട. വിനോദസഞ്ചാരികൾ കേരളത്തിലെത്തുന്നത് നാട്ടിലെ ചളക്ക് ബ്രാൻഡ് കുടിക്കാനല്ല എന്നാണ് പറയുന്നത്, പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ്. മദ്യത്തിന്റെ ലഭ്യത കുറവ് കൊണ്ടല്ല വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ്, മറിച്ച് മയക്കുമരുന്ന് ഉപയോഗകരുടെയും മദ്യപാനികളുടെയും തെരുവുനായ്ക്കളുടെയും വന്യമൃഗങ്ങളുടെയും കടന്നാക്രമണം ഭയന്നാണ് എന്നുകൂടി KCB അവരുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ ഫയൽ നീക്കം വിവരങ്ങൾ 24-ന് കിട്ടി. പിന്നിൽ കൃത്യമായ ആസൂത്രണം, കൃത്യമായ അനുമതിക്കുള്ള മുന്നൊരുക്കങ്ങൾ വളരെ നേരത്തെ തുടങ്ങിയിരുന്നു എന്നും വ്യക്തമാണ്. ദിലീപ് കുമാറും ടോബി ജോൺസണും ആ വാർത്തയുടെ ഒരുങ്ങുമ്പോൾ ദിലീപ്, ഇത് മദ്യനയം തന്നെയാണ്. മദ്യനയത്തിലെ ഒരു നയമാറ്റം ഉണ്ടാവുകയാണ്. പുതിയ മദ്യനയം പ്രഖ്യാപിക്കേണ്ടത് പുതിയ സർക്കാരുമാണ്. മുന്നണി അറിയാതെ, ആരോരും അറിയാതെ വളരെ കൃത്യമായ പ്ലാനിങ്ങിൽ ആ ഒരു നയമാറ്റം ഉണ്ടാവുന്നെങ്കിൽ അത് ഏത് കോണിൽ നിന്നുള്ള തീരുമാനമാണ്? എങ്ങനെയായിരുന്നു ആ ഫയൽ നീക്കം? ദിലീപ്. ഹാഷ്മി, സംസ്ഥാനത്തെ ബാർ ഉടമകൾ ബാറുകളുടെ പ്രവർത്തന സമയം ഏകീകരിക്കണം, ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടണമെന്നാവശ്യപ്പെട്ടൊരു നിവേദനം നൽകുന്നു. ഇത് 2025 സെപ്റ്റംബർ മാസമാണ് ആ നിവേദനം ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ എന്ന പേരിൽ അവർ ആ നിവേദനം സർക്കാരിന് കൈമാറുന്നത്. ആ നിവേദനം കൈമാറിയതിന് ശേഷം, നിവേദനം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ സർക്കാർ ഇതിൻ്റെ നടപടികൾ വേഗത്തിലാക്കുകയാണ്. അതിനു മുമ്പ് തന്നെ സർക്കാർ ഇതിന് കളമൊരുക്കിയിരുന്നു. 2025 ജനുവരി മാസം സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലകളുടെ എണ്ണം സർക്കാർ കൂട്ടിയിരുന്നു. 14 അതുവരെ സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലകൾ. പക്ഷേ മദ്യനയത്തിൽ ചില ഭേദഗതി കൊണ്ടുവരുന്നു. വിനോദസഞ്ചാര മേഖലയിൽ രാവിലെ 10 മുതൽ രാത്രി 12 വരെ ബാറുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാം എന്ന നിലയിലുള്ള ഭേദഗതിയാണ് കൊണ്ടുവന്നത്. അത് പിന്നീട് സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലകളുടെ എണ്ണം 14 നിന്ന് 98 ഉയർത്തിയതോടുകൂടി അത്രയേറെ വിനോദസഞ്ചാര മേഖലകളിലെ ബാറുകൾ രാവിലെ 10 മണി മുതൽ രാത്രി 12 വരെ തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള അവസരം അതോടെ സംജാതമാവുകയായിരുന്നു. മാത്രമല്ല, ഈ കാര്യത്തിൽ സർക്കാരിനുള്ള അവരുടെ താല്പര്യം അത് ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി 2025 അന്ന് പുതുവത്സരം പിറന്നപ്പോഴും രാത്രി 12 വരെ ബാറുകൾക്ക് തുറന്ന് പ്രവർത്തിപ്പിക്കാം ആ ദിവസം എന്ന കാര്യം, അതായത് ഡിസംബർ മാസം 31-ാം തീയതി രാത്രി 12 വരെ പ്രവർത്തിപ്പിക്കാം എന്ന നിർദ്ദേശം അതിനുവേണ്ടി, അതായത് വരാൻ പോകുന്ന തരത്തിൽ സംസ്ഥാനത്തെ ബാറുകളുടെ സമയ ദൈർഘ്യം കൂട്ടുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായിരുന്നു അന്ന് സർക്കാർ എടുത്ത തീരുമാനം. പിന്നീട് ഈ കഴിഞ്ഞ പുതുവത്സര ദിനത്തിലും സർക്കാർ അതേ നയം തന്നെ, അതായത് ഇക്കഴിഞ്ഞ ഡിസംബർ മാസം 31-ാം തീയതിയും സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി 12 മണി വരെ നീട്ടിയിരുന്നു. ഇപ്പോൾ സർക്കാർ അതിനുശേഷം ഈ സംസ്ഥാനത്ത് മൊത്തത്തിൽ വിനോദസഞ്ചാര മേഖല മാത്രമല്ല എല്ലാ ബാറുകളും രാത്രി 12 വരെ തുറന്ന് പ്രവർത്തിപ്പിക്കാം എന്ന നിലയിലേക്കുള്ള തീരുമാനമാണ്. അതിനുള്ള ചട്ട ഭേദഗതിയാണ് ഇപ്പോൾ എക്സൈസ് നയത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്, മദ്യനയത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും ഇതിൽ സർക്കാർ ബാർ ഉടമകളുമായി ഒത്തുകളിച്ചു എന്ന ആരോപണം ശക്തമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പണം പിരിക്കുന്നതിന് വേണ്ടിയാണോ ഈ സർക്കാർ ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തത് എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം. അതിൻ്റെ ഫയൽ നീക്കമൊക്കെ അതിവേഗതയിലായിരുന്നു. ഈ സെപ്റ്റംബർ മാസം നിവേദനം ലഭിച്ചതിനു ശേഷം അതിനുശേഷം ഒക്ടോബർ മാസം തന്നെ ഇതിൻ്റെ ഫയൽ തുറക്കുകയാണ്. ഫയൽ തുറക്കുന്നു, അത് പിന്നീട് എക്സൈസ് മന്ത്രിയുടെ പക്കലെത്തുന്നു. എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തുന്നു. അന്തിമ തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഈ ഫയൽ കാണണമെന്നാവശ്യപ്പെട്ടത് 28-ാം തീയതിയാണ്. ഇക്കഴിഞ്ഞ ജനുവരി മാസം 28-ാം തീയതിയാണ്. 29-ാം തീയതി, അതായത് സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ച ദിവസം വൈകിട്ടാണ് ഈ ഫയൽ മുഖ്യമന്ത്രിക്ക് എക്സൈസ് മന്ത്രി കൈമാറുന്നത്. 31-ാം തീയതി, ജനുവരി 31-ാം തീയതി മുഖ്യമന്ത്രി ഈ ഫയലിന് അംഗീകാരം നൽകുകയും, അതായത് സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നത് സംബന്ധിച്ച തീരുമാനത്തിന് അംഗീകാരം നൽകുകയും ആ ഫയൽ എക്സൈസ് മന്ത്രിക്ക് നൽകുകയുമായിരുന്നു. അങ്ങനെ വളരെ തിടുക്കത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ്. ഇതുമാത്രമല്ല, സംസ്ഥാനത്തെ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ 5 ലക്ഷം രൂപ വാർഷിക ഫീസ് അടയ്ക്കുകയാണെങ്കിൽ പുലർച്ചെ 3 മണിവരെ ഈ ബാറുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാം എന്ന കാര്യത്തിൽ കൂടി ഒരു ആ നിലപാട് കൂടി ഇപ്പോൾ ഈ ചട്ട ഭേദഗതിയിൽ
കൊണ്ടുവന്നിരിക്കുകയാണ്. മുന്നണി അറിഞ്ഞിട്ടില്ല, മന്ത്രിസഭാ യോഗം അറിഞ്ഞിട്ടില്ല. ഇത് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം അറിയുന്നു. ഒരുപക്ഷെ CPIM നേതൃത്വം ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടാകും. ഏതായാലും ബാർ ഉടമകളുടെ ആവശ്യം അതേപടി അംഗീകരിച്ചുകൊണ്ട് രാത്രി 12 മണിവരെ, രാവിലെ 10 മുതൽ, നേരത്തെ ഇത് രാവിലെ 11 മുതൽ രാത്രി 11 വരെയായിരുന്നു ബാറുകളുടെ പ്രവർത്തന സമയമെങ്കിൽ രാവിലെ 10 മുതൽ രാത്രി 12 വരെ ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടിക്കൊണ്ട് 2 മണിക്കൂർ കൂടി നീട്ടിക്കൊണ്ടുള്ള തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി, അതൊരു നയമാറ്റമാണ്. നയമാറ്റം മുന്നണി അറിയേണ്ടതാണ്, വിശദമായ ആലോചനകൾ ഉണ്ടാവേണ്ടതാണ്. അതുമാത്രമല്ല, പുതിയ മദ്യനയം ഒക്കെ തീരുമാനിക്കേണ്ടത് പുതിയ സർക്കാരാണ്. അത് LDF ആവട്ടെ UDF ആവട്ടെ തീരുമാനിക്കേണ്ടത് പുതിയ സർക്കാരാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് 3 മാസം, ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാക്കി നിൽക്കുമ്പോൾ നിർണായകമായൊരു നയമാറ്റത്തിൽ സർക്കാർ വളരെ കൃത്യമായ പ്ലാനിംഗ് എന്നുകൂടി അറിയാൻ കഴിഞ്ഞു. ഞാൻ ടോബിലേക്ക് പോകുമ്പോൾ മലപ്പുറം കൊണ്ടോട്ടിയിൽ വൻ ലഹരിവേട്ടയുടെ വാർത്ത വരുന്നുണ്ട്. 525 ഗ്രാം MDMA പിടികൂടി. ചേലേമ്പ്ര സ്വദേശി ആഷിഖ് CC ആണ് അവിടെ പിടിയിലായത്. അതിന് തൊട്ട് താഴെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ലഹരി വിൽപ്പനക്കാൻ എക്സൈസ് പിടിയിൽ. കോഴിക്കോട് മലപ്പുറം സ്വദേശി അക്ഷയാണ് അവിടെ പിടിയിലായത്. ഡൽഹിയിൽ ലഹരി മരുന്ന് കടത്ത സംഘം പിടിയിലായി. 7.5 കോടി വില വരുന്ന 1 കിലോ ഓളം ഹെറോയിൻ പിടികൂടി. ദമ്പതികളടക്കം 3 പേരാണ് അറസ്റ്റിലായത്. ടോബി, ഇത്തരത്തിൽ പുതിയ കാല മാരക കെമിക്കൽ ലഹരികളുടെ കാര്യത്തിൽ ദിലീപ് കുമാർ തുടരുകയാണ്. ദിലീപ്, ഈ സർക്കാരിന്റെ ലക്ഷ്യം മദ്യവർജനമാണ് എന്ന് പറയുമ്പോൾ പോലും സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ തീരുമാനവും മദ്യവർജനത്തിന്റെ ഏതെങ്കിലും അടുത്ത് നിൽക്കുന്ന തീരുമാനങ്ങളായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ സർക്കാർ വക ബ്രാൻഡി ഇറക്കുന്നു. അതിന്റെ പേര് ആദ്യം നിർദ്ദേശിക്കുക, 10,000 രൂപ സമ്മാനം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതിയിൽ തിരിച്ചടിയായപ്പോഴേക്കും അതിൽ നിന്ന് ബെഫ്കോ പിന്മാറിയ പേര് സർപ്രൈസ് ആയിരിക്കുന്നു. എക്സൈസ് മന്ത്രി പോയി തന്നെ ഒരു ഒരു കമ്പനിക്ക് വേണ്ടി മഴക്കുഴി എഴുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ തുടക്കം മുതൽ തന്നെ മദ്യവർജനം എന്ന് പറയുമ്പോൾ തന്നെ മദ്യ ഉപഭോഗം ഗ്രൗണ്ടിൽ വളരെ ലഭ്യത ഉറപ്പാക്കുന്ന നയങ്ങൾ തന്നെ സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളത് പുതിയ തീരുമാനത്തോടുകൂടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാകുമോ ദിലീപ്? ഹാഷ്മി, ഈ തെരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോഴൊക്കെ സാധാരണഗതിയിൽ ഈ മദ്യവുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വരാറുണ്ട്. അത് നമ്മൾ 2001 AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അതിനുശേഷം അവസാന കാലത്ത് 2001 സർക്കാരിൻ്റെ അവസാന കാലത്ത് മദ്യനിരോധനം എന്ന ആശയത്തിലേക്ക് സർക്കാർ വരികയായിരുന്നു. മദ്യനിരോധനം നടപ്പാക്കുന്നു, മദ്യനിരോധനമല്ല ചാരായ നിരോധനം നടപ്പാക്കുന്നു. അങ്ങനെ ചാരായ ഷോപ്പുകൾ നിർത്തുന്നു. പക്ഷേ പിന്നീട് UDFനോ കോൺഗ്രസിനോ ആ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് ക്ഷമിക്കണം, 2001 അതിനു മുമ്പാണ്. അതിനു മുമ്പുള്ള സർക്കാരിൻ്റെ കാലത്ത് K കരുണാകരനെ മാറ്റി AK ആന്റണി മുഖ്യമന്ത്രിയായി വരുന്ന കാലത്താണ് ആ തന്ത്രം UDFും കോൺഗ്രസും പയറ്റിയിരുന്നത്. പിന്നീട് സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തുമെന്നൊക്കെ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ CPMും LDFും എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് തങ്ങളുടെ ലക്ഷ്യം മദ്യനിരോധനമല്ല, മദ്യവർജനമാണ്, ബോധവൽക്കരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മദ്യവർജനമാണ് ലക്ഷ്യം എന്ന് പറയുന്നു. പക്ഷേ ഈ മദ്യവർജനം പറയുന്ന മുന്നണിയുടെയും പാർട്ടിയുടെയും ഭരണകാലത്തെ കണക്ക് നോക്കൂ. 2016 29 ബാറുകളാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ 2ാം പിണറായി സർക്കാരിൻ്റെ ഈ അവസാന കാലം ആയപ്പോഴേക്ക് തന്നെ സംസ്ഥാനത്ത് അനുമതി നൽകിയ ബാറുകളുടെ എണ്ണം 131 ആയിരിക്കുന്നു. അങ്ങനെ ആ നിലയിലുള്ള വലിയ ഈ ബാറുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ, അനുമതി നൽകിയതിൻ്റെ കാര്യത്തിലൊക്കെ മദ്യവർജനം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വശത്ത് ബാറുകൾക്ക് അനിയന്ത്രിതമായ നിലയിൽ അനുമതി നൽകുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ബാറുകളുടെ പ്രവർത്തന സമയം കൂടി കൂട്ടുന്നതിനുള്ള ഈ തീരുമാനമെടുത്തത് സ്വാഭാവികമായും ബാർ ഉടമകളിൽ നിന്ന് പണപ്പിരിവാണോ ലക്ഷ്യം എന്ന നിലയിൽ അങ്ങനെ പ്രതിപക്ഷം ആരോപണം. KCBC മദ്യവിരുദ്ധ സമിതി നേതാവ് ശ്രീ പ്രസാദ് കുരുവിള, നിങ്ങൾ ആരോപിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഡീലാണോ എന്നൊരു സംശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ ഇലക്ഷൻ ഡീൽ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാവുന്നത് ശ്രീ പ്രസാദ് കുരുവിള? അല്ല, സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഈ സമയത്ത് ഓടിച്ചിട്ട് ശരവേഗത്തിൽ ഒരു നയമാറ്റം വരുത്തുമ്പോൾ, അത് മുന്നണിയിലോ മന്ത്രിസഭയിലോ ഒന്നും ആലോചിക്കാതെ ഒരു അബ്കാരി പ്രീണന നയം സ്വീകരിക്കുന്നത്, സമയം അധികമായിട്ട് അനുവദിച്ചു കൊടുക്കുന്നത്, അതിൽ എന്തെങ്കിലും ഒരു ഡീലില്ലാതെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡീലില്ലാതെ അത്തരത്തിലൊരു നയമാറ്റം ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. നമുക്കറിയാം 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവര് പറഞ്ഞിരുന്നത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ യാതൊരു കാരണവശാലും നിലവിലുള്ള മദ്യത്തിൽ നിന്നും ഒരു തുള്ളി മദ്യം പോലും കൂടുതലായിട്ട് അനുവദിക്കില്ലെന്നായിരുന്നു. അന്ന് ഓർക്കണം, 29 ബാറുകൾ മാത്രം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പം കേരളത്തിൽ 1000-ലധികം ബാറുകളാണ്. 100ഓളം ബാറുകളുടെ ലൈസൻസിന് വേണ്ടി അവർ കാത്തു കിടക്കുന്ന വേറെ ആളുകളുമുണ്ട്. അപ്പോൾ അത് നിശ്ചയമായിട്ടും ഒരു അബ്കാരി പ്രീണന നയമല്ലാതെ മറ്റെന്താണ് നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാര്യം? മയക്കുമരുന്നുകളുടെ ഹബ്ബായി മാറിയ കേരളത്തിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമായി അത് രണ്ടാണ് പ്രസാദ് കുരുവിള. മയക്കുമരുന്ന് ഹബ്ബ് എന്ന് പറയുമ്പോൾ ഇവിടെ MDMA നമ്മൾ
SK-N40 ലഹരി വിരുദ്ധ യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നടത്തിയതാണ്. ഗ്രൗണ്ടിൽ തന്നെ ഈ ലഹരികൾ അതിവ്യാപകമായി അതിമാരകമായി സുലഭമായി കിട്ടുന്ന കാഴ്ചയുണ്ട്. ചെറിയ കുട്ടികൾ വരെ അതിൽ അഡിക്റ്റ് ആവുന്ന കാഴ്ചയുണ്ട്. അതും മദ്യവുമായി ബന്ധമില്ല, അത് മറ്റൊരു സാധനമാണ്. ആ സാധനത്തിൽ നിങ്ങളൊന്നും കാര്യമായി അങ്ങനെ ഈ പറഞ്ഞ സമരമായിട്ടൊന്നും രംഗത്ത് വരുന്നില്ല. അല്ലാതെ നമുക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞ് തള്ളാൻ പറ്റത്തില്ല. ഇവിടെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, മദ്യത്തിന്റെ ലഭ്യതക്കുറവാണ് മയക്കുമരുന്നുകളുടെ വ്യാപനത്തിന് കാരണമെന്ന് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും സംസാരിക്കുകയുണ്ടായി. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, മദ്യം യഥേഷ്ടം നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടല്ലോ, മുക്കിലും മൂലിലും മദ്യം ഉണ്ടല്ലോ. പക്ഷേ അതിനോടൊപ്പം തന്നെ മയക്കുമരുന്നുകളും വ്യാപകമായിരിക്കുമല്ലേ. മെത്താക്സിലോൺ, അതുപോലെ MDMA, ഹൈബ്രിഡ് കഞ്ചാവ് പോലുള്ള സംഭവം ഉണ്ട്. അതാ ഞങ്ങൾ സൂചിപ്പിച്ചത്, എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന തുല്യ, രണ്ടിനോടും അനുകൂല സമയമാണ് സ്വീകരിക്കുന്നത്. അല്ല ശ്രീ പ്രസാദ് കുരുവിള, ഇത് ആക്ഷൻ ഡീൽ എന്ന് നിങ്ങൾ ആരോപിക്കുമ്പോൾ അത് ഒരു ചുമ്മാതെ ആരോപിക്കുന്നതാണോ, അതോ ഇത് 1 മണിക്കൂർ വർധനമാണെങ്കിൽ കൂടിയും ബാറുടമകൾക്ക് കോടികളുടെ വരുമാനം ഉണ്ടാക്കുന്ന തീരുമാനമാണ്? ആ കോടികളുടെ വരുമാനത്തിലൂടെ സർക്കാരും അതിനെ ഭരിക്കുന്ന പാർട്ടിയും പണം വാങ്ങുന്നു എന്ന് നേർക്കുന്ന ആരോപണം നിങ്ങൾക്കുണ്ടോ ശ്രീ പ്രസാദ് കുരുവിള? അങ്ങനെ നിങ്ങൾ പച്ചയ്ക്ക് പറയുന്നില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുക, ഓടിച്ചിട്ടൊരു നയമാറ്റം വരുത്തേണ്ട കാര്യം എന്താണ്? അത് ഓർക്കുക. നമുക്കറിയാം, ഈ 5 സ്റ്റാർ ബാറുകളാണെങ്കിൽ വെളുപ്പിന് 3 വരെ സമയം കൊടുത്തിരിക്കുന്നത് ടൂറിസ്റ്റുകളുടെ പേര് പറഞ്ഞാണ്. ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നത് എന്തിനാണ്? ഇവിടുത്തെ ഈ മദ്യം കഴിക്കാനാണോ? അവർ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വരുന്നവരാണ് ഈ ടൂറിസ്റ്റുകൾ. അതിവിടെ മയക്കുമരുന്ന് മാഫിയ, മയക്കുമരുന്നുകളുടെ ആക്രമികൾ, അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള മദ്യപേരുടെ ഒക്കെ ആക്രമണത്തെ ഭയന്നാൻ ആളുകൾ ഇങ്ങോട്ട് കടന്നു വരാതിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഡീല് ഇല്ലാതെ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇങ്ങനൊരു നയമാറ്റം വരുത്തേണ്ട കാര്യമല്ല. അടിയന്തരമായിട്ട് ഇങ്ങനൊരു നയമാറ്റം വരുത്തേണ്ട കാര്യമല്ല. സമയം വർദ്ധിപ്പിക്കേണ്ട കാര്യമല്ല. 10 മണി മുതൽ 12 മണി വരെ, അല്ലെങ്കിൽ വെളുപ്പിന് 3 മണി വരെ. അത്രയ്ക്ക് കുടിവെള്ളമില്ലാത്ത നാടാണ് നമ്മുടെ കേരളം, അല്ലെ? കുടിവെള്ളമില്ലാത്ത നാടാണ് നമ്മുടെ. ഓക്കെ, പക്ഷേ മദ്യം പാമ്പിനെ പോലെ കൊത്തുകയും അണലെ പോലെ കടിക്കുകയും ചെയ്യുന്ന ബൈബിൾ വാക്യം ഓർമ്മയിൽ വെക്കുന്ന ഉചിതമായിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുമ്പോൾ മദ്യനിരോധനമുള്ള ഒരു ക്രൈസ്തവ രാജ്യത്തിന്റെ പേര് പറയാവോ പ്രസാദ് കുരുവിള? സ്വാഭാവികമായിട്ടും ഞങ്ങൾ അതിനകത്തൊരു പറഞ്ഞിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്ന മുൻകാലാനുഭവങ്ങൾ മാത്രം നോക്കിയാൽ മതിയല്ലോ. മദ്യ വിഷയത്തിൽ തൊടുന്നവർ എങ്ങനെയാണ് അവസാനം പെട്ടുപോയത് എന്നൊക്കെ അറിയാം. അതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചത് അതാണ്. ഓക്കെ, എന്തായാലും ഇത് ഇലക്ഷൻ ഡീലാണ് എന്നുള്ളതാണ് KCBC നേർക്കുന്നവർ ആരോപിക്കുന്നത്. അത് ആരോപണമാണ്. അത് പണം വാങ്ങിക്കൊണ്ട് ചെയ്യുന്നു എന്ന് ഞങ്ങൾ പച്ചയ്ക്ക് പറയുന്നില്ല എന്നാണ് ശ്രീ പ്രസാദ് കുരുവിള പറഞ്ഞു. ടോബി ജോൺസൺ ചെയ്യുന്നു. ടോബി, എന്തായാലും ആ വാർത്താക്കുറിപ്പിലുള്ള ഭാഷ ശക്തമായ ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നത് കേരളത്തിന്റെ നാട്ടിലെ ചളുക്ക് ബ്രാൻഡ് കുറിക്കാനല്ല, അത് പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ്. അവരുടെ തലയിൽ വെക്കണ്ട എന്നതടക്കമുള്ള കാര്യങ്ങൾ. സമരത്തിലേക്കൊക്കെ പോകാൻ പദ്ധതിയുണ്ടോ KCBCക്ക്? നിർണായകമാണ്, കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ്. ടോബി, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് ഈ ഒരു കാര്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് KCBC മാത്രമല്ല, മറ്റ് സഭകളും സമാനമായ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഹാഷ്മി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പ് ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗികമായി അവരൊരു വാർത്താക്കുറിപ്പ് ഇറക്കുകയും അവരുടെ സഭാ സെക്രട്ടറി തന്നെ പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഓർത്തഡോക്സ് സഭയും ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്. ഇങ്ങനെ ഈ പൊതുസമൂഹത്തെ അല്ലെങ്കിൽ പുതുതലമുറയെ കൂടുതൽ പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്ന ഈ ഒരു മദ്യനയം അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല എന്ന് ഓർത്തഡോക്സ് സഭയും പറഞ്ഞു വെക്കുന്നു. നമുക്ക് കണ്ടാൽ അറിയാവുന്നത്, ഈ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ഈ മദ്യത്തിന്റെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുമെന്ന് പറഞ്ഞാണ് അധികാരത്തിൽ കയറിയത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു തീരുമാനം പോലും വളരെയധികം സഭകളെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ സഭകൾ തെരുവിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള സാധ്യതകൾ തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞായറാഴ്ച ഈ KCBCയുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക പള്ളികളിൽ ഒരു പ്രതിഷേധം നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ മറ്റ് സഭകളും ഈ ഒരു പ്രതിഷേധവുമായി രംഗത്തേക്ക് വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിനോദസഞ്ചാരത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം നടപ്പാക്കുന്നത്, ഈ പ്രവർത്തന സമയം കൂട്ടുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് എല്ലാ സഭകൾക്കും ഒരുപോലെയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹാഷ്മി. ഓക്കെ, ടോബി ജോൺസണാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 1 മണിക്കൂർ വീതം അധികമാണ് ബാറുടമകൾക്കുള്ള സമയം നീട്ടിക്കൊടുക്കൽ. അത് യഥാർത്ഥത്തിൽ മദ്യനയത്തിലുണ്ടാകുന്ന മാറ്റമാണ്. മദ്യനയത്തിൽ മാറ്റം ഉണ്ടാവണം. ഒന്നാമത്തെ കാര്യം, പുതിയ മദ്യനയം പ്രഖ്യാപിക്കുന്നത് പുതിയ സർക്കാരാണ്. ഇനി അതിൽ ഈ സർക്കാർ തന്നെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ മുന്നണിയിലും ഒക്കെ വളരെ കൃത്യമായ ചർച്ചകൾ ഉണ്ടാവണം. എവിടെങ്കിലും തരത്തിൽ ചർച്ചകളൊന്നും ഉണ്ടാവാതെ വളരെ രഹസ്യമായി, വളരെ ഗുപ്തമായി ഫയൽ നീക്കം അടക്കം പൂർത്തിയാക്കി ബാറുടമകളുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു കൊടുക്കുന്നു. അത് ബാറുടമകളുടെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കലല്ല, വിനോദസഞ്ചാര മേഖലയ്ക്ക് വേണ്ടിയാണെന്ന് LDF കൺവീനർ ന്യായീകരിക്കുകയും ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.